ഞങ്ങളുടെ അലീനെ പറപ്പിക്കാൻ വന്നു. അതെ, അച്ചായൻ പറഞ്ഞോ? ഞാൻ പറന്നുപോയി, വീണുപോയി. അതാണ് സത്യം. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് അറിയേണ്ടത് വഴി മഴതോരും മുമ്പേ എന്ന സീരിയൽ തന്നെ ഹിറ്റാ. അതിൽ ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതിൻ്റെ കാസ്റ്റിംഗ്. ഇപ്പം അച്ചായനെ തന്നെ കൊണ്ടുവന്നത് ഇതാരെ കാസ്റ്റ് ചെയ്യുന്ന ആരാ? ജോയ് സാറ്. അപ്പോൾ ജോയ്സി സാറി കണ്ടൊരു മാജിക് എന്തുമായിരിക്കും? അങ്ങേര് എഴുതി വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്, അങ്ങേരുടെ മനസ്സിലുള്ള ഒരു ക്യാരക്ടർ. അത് ഇന്നതായിരിക്കണം, ഇന്നതുപോലെ ആയിരിക്കണം, ഇങ്ങനെയേ സംസാരിക്കാവൂ. അത് കൃത്യമായിട്ട് ഓരോരുത്തരിലും അങ്ങേര് കാണുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ഞാൻ കോട്ടയംകാരനാണ്. അതിലേത് ഞാൻ അങ്ങേരുടെ ഓമനത്തിങ്കൾ പക്ഷി തുടങ്ങുന്നു. ഓക്കെ. ഈറം നിലാവും മഞ്ഞുരുവും കാലവും തുടങ്ങുന്നു മെഗാ സീരിയലുകൾ തന്നെ. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒക്കെ വിളിക്കും. ഇത് തുടങ്ങിയപ്പോൾ ആക്രാന്തം കൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചു, എനിക്കൊരു ചാൻസ് വേണേ. എനിക്ക് എന്നെ മറന്നോ? അങ്ങനെ മതി, എന്നെ മറന്നോ? മറന്നിട്ടൊന്നുമില്ല. 300 എപ്പിസോഡ് കഴിയുമ്പം വരും. 305-ാമത്തെ എപ്പിസോഡിൽ ഞാൻ റെഡിയാണ്. അടിപൊളി. ഒരു കാര്യമേ ഉള്ളൂ, അച്ഛനിപ്പോൾ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട്, നാളെ ഷൂട്ടുണ്ട്, മനു വിളിച്ചോളൂ. കഴിഞ്ഞു. ഈ ഔദക്കുട്ടിച്ചാൻ്റെ ശരിക്കുള്ള പേരെന്തുവാ? ഔതക്കുട്ടി. റിയൽ നെയിം മനസ്സിലായില്ല. സീരിയലിന്റെ പേരല്ല ഔദക്കുട്ടി. ഔതക്കുട്ടി എൻ്റെ ശരിക്കുള്ള പേര്. എൻ്റെ ശരിക്കുള്ള പേര് അച്ചൻകുഞ്ഞ്. അച്ചൻകുഞ്ഞ്. അതിൽ ഈ അച്ചൻകുഞ്ഞിൻ്റെ അകത്ത് ഞാനൊരു കോട്ടയം കൂടെ ചേർത്തു. ഓക്കെ. കാരണം വേറൊരു അച്ചൻകുഞ്ഞുണ്ടായിരുന്നു, ലോറി അച്ചൻകുഞ്ഞ്, കോട്ടയത്ത് തന്നെ. ഞങ്ങൾ നാടകക്കാരാണ്, നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങേര് ലോറി അച്ചൻകുഞ്ഞായി, അച്ചൻകുഞ്ഞ് മാത്രമായി. പിന്നെ അച്ചൻകുഞ്ഞ്. അപ്പോൾ ഈ അച്ചൻകുഞ്ഞ് മാത്രം ഞാനിത് എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ ഒരു അച്ചൻകുഞ്ഞ് വേറെ ഇല്ലായിരുന്നല്ലോ, അതാണ് എന്ന് ചോദിക്കുമ്പം അത് നമുക്കൊരു ക്ഷീണം പോലെ തോന്നി. അതെ. ഞാൻ ഉടനെ കയറി കോട്ടയം അങ്ങ് വെച്ചു. ഇനി ആ പേര് ആരും കൊണ്ടുപോകണ്ട, വേണ്ട. അങ്ങനെ കോട്ടയം അച്ചൻകുഞ്ഞായി. ഈ ഔദക്കുട്ടിച്ചായന് ഈ സീരിയലിലോട്ട് എൻട്രി ആവുന്നു, ഇത്രയും പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ല. കാരണം 300 എപ്പിസോഡ് കളിച്ച സീരിയലുകളൊക്കെ ഉണ്ട് ഞാൻ. ഒരൊറ്റ മനുഷ്യൻ നീ ഏതാന്ന് ചോദിച്ചിട്ടില്ല. ഞാനിവിടെ കയറി 3-ാമത്തെ എപ്പിസോഡിൽ എന്നെ ഔദക്കുട്ടിച്ചായ എന്ന് വിളിക്കാൻ തുടങ്ങി പ്രേക്ഷകർ.